Hello students. So this is Unit 1, Basic Concepts and Methods. So now let's discuss the main objectives of this unit. So by end of this unit, we will be able to understand the concept of quality, and we will also describe about the quality management, and we will know the role of stakeholders in quality management, and we will describe the essential ingredients of total quality management and also its principles. Then lastly, we will discuss about the awards and certifications regarding these. Concept of quality. So firstly നമുക്ക് നോക്കാം that is what is quality എന്നുള്ളത്. So the word quality എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പെർസെപ്ഷൻ, ദാറ്റ് ഇസ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ആവുന്ന ഓരോ പെർസെപ്ഷൻ, നമ്മളിപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പം എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് അതിനോടൊരു വ്യൂ ഉണ്ടാവുമല്ലോ, അപ്പൊ അതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ഓരോ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അത് ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ക്വാളിറ്റി മാനേജ്മെന്റിൽ പറയുകയാണെങ്കിൽ ക്വാളിറ്റീനെ ഒരുപാട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് സം ഓഫ് ദി അക്സെപ്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രഡിക്റ്റബിൾ ഡിഗ്രിയാണ്. ദാറ്റ് ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഡിഗ്രിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, ആൻഡ് ഇത് ഒരു ലോ കോസ്റ്റിലും അതേപോലെ മാർക്കറ്റിനും സ്യൂട്ട് ആവുന്ന രീതിയിലായിരിക്കണം വരുന്നത്. സോ ഇത് അക്കോർഡിംഗ് ടു ഡേമിംഗ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് അക്കോർഡിംഗ് ടു ജൂറൻ, ഹി ഡിഫൈൻസ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുള്ള അതിന്റെ ഒരു ഫിറ്റ്നസിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ക്രോസ്ബി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കൺഫോമൻസ് ടു റിക്വയർമെന്റ്സ് ആണ്. ആൻഡ് അടുത്തത് തഗൂഷി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് വേണ്ട ഒരു മിനിമം ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അത് ആ ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്റ്റ് ഷിപ്പ് ആവുന്ന തൊട്ട് ഒരു പ്രൊഡക്റ്റ് സൊസൈറ്റിക്ക് കയ്യിൽ എത്തുന്നത് വരെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ ആവശ്യമുള്ള സംഭവമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ഫേഗബൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറയുന്നത് വേ ഓഫ് മാനേജിങ് ദി ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഹോഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറയുന്നത് കറക്റ്റിംഗ് ആൻഡ് പ്രിവെന്റിങ് ലോസ് ആണ്. ഓക്കെ, അല്ലാതെ ലോസിലൂടെ നമ്മൾ പോവല്ല, ആ ഒരു ലോസ് എന്താണോ അത് കറക്റ്റ് ചെയ്ത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സിന്റെ ഒരു റിസൾട്ട് ആണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലിപ്പോൾ സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഹാർഡ്വെയർ, പ്രോസസ്ഡ് മെറ്റീരിയൽസ്, അങ്ങനെ എല്ലാം ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഡക്റ്റ് എന്ന് പറയും. ആൻഡ് അതേപോലെ ഇൻടാഞ്ചിബിൾ ആയിട്ട് വരുന്നതിനെയും നമ്മളിപ്പോൾ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, അതിനെയും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആൻഡ് ഇതൊരു കോമ്പിനേഷനിൽ വരാം, ദാറ്റ് ഇസ് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ കോമ്പിനേഷനിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാറുണ്ട്. അടുത്ത ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി ആണ്. സോ ഇതിൽ നമ്മൾ ദാറ്റ് ഇസ് ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സപ്ലയേഴ്സ് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സും അല്ലെങ്കിൽ സർട്ടൻ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൽ നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമർ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യേണ്ടത് അവരുടെ ആ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് സർട്ടൻ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത് ഇതുപോലുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പൊ എപ്പോഴും നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നീഡ്സും കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സ്. Types of quality. So ഇതിൽ നമുക്ക് കുറച്ച് കീ ദാറ്റ്സ് കോൺട്രിബ്യൂഷൻസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി ഡ്യൂ ടു ഡെഫിനിഷൻ ഓഫ് നീഡ്സ് ഓഫ് ദി പ്രോഡക്റ്റ്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇതിൽ നമ്മളൊരു പ്രോഡക്റ്റിന് നീഡ് എന്താണ് അത് ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക, അതിനൊരു കംപ്ലീറ്റ്നെസ്സും കാര്യങ്ങളോ, ആൻഡ് അത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിന്റെയും റിക്വയർമെന്റ്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റി ഡ്യൂ ടു പ്രോഡക്റ്റ് ഡിസൈൻ. സോ ഇതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ മെയിൻ ആയിട്ട് പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അത് മാർക്കറ്റ് റിക്വയർമെന്റ്സും ഓപ്പർച്യൂണിറ്റീസും അതേപോലെ കസ്റ്റമേഴ്സിന് വേണ്ടുന്ന വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. നെക്സ്റ്റ് ക്വാളിറ്റി ഡ്യൂ ടു കൺഫോമിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ഡിസൈൻ. സോ ഇതിൽ തേർഡ് വൺ ആണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. ഇറ്റ് ഇസ് ഡ്യൂ ടു അതായത് നമ്മുടെ ഡേ ടു ഡേ കൺസിസ്റ്റൻസി ഒരു പ്രോഡക്റ്റ് ഡിസൈനിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നതും വാല്യൂ ഓഫ് കസ്റ്റമേഴ്സും എല്ലാം നോക്കണം. അതിന്റെ ഓടൊപ്പം ഡേ ടു ഡേ കൺസിസ്റ്റൻസിയും കൂടെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി ഡ്യൂ ടു പ്രോഡക്റ്റ്
സപ്പോർട്ടാണ്. സോ ഇതാണ് ഫോർത്ത് വൺ. സോ ഇതിൽ നമ്മൾ ഇറ്റ് ഇസ് ഡ്യൂ ടു ഫേർണിഷിംഗ് പ്രോഡക്റ്റ്, അതായത് നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതും പിന്നെ അതോടൊപ്പം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ കസ്റ്റമർ വാല്യൂ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് എ പ്രോസസ് ആൻഡ് ഇറ്റ്സ് നെറ്റ്വർക്കിംഗ്. സോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ വർക്കും ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ അപ്പം ഇതിൽ നമ്മൾ എന്താ പറയുക ISOന്റെ ഒരു ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസിന്റെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഒരുപാട് ഇൻപുട്സ് ഉണ്ട്. ആ ഇൻപുട്സ് ഒക്കെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരുപാട് HRM അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എല്ലാ മേഖലയിലും നമുക്ക് ഇതുപോലുള്ള അല്ലെങ്കിൽ എല്ലാ ഏരിയാസും നമുക്ക് ഇതുപോലുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ഡു ദ റൈറ്റ് തിങ്സ് റൈറ്റ്. അതായത് നമ്മളിപ്പം കറക്റ്റായ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യുക, അതേപോലെ കറക്റ്റായ കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി മാനേജ്മെന്റ്. സോ ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ ക്വാളിറ്റിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്വാളിറ്റിയിലും ഇതുപോലെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി മാനേജ്മെന്റിലൂടെ വരുന്നത്. സോ ഇതിൽ നമുക്ക് ഇത് അതായത് ഒരുപാട് ആക്ടിവിറ്റീസും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിൽ ഈ ഒരു ഫിഗറിൽ ഈ ഡെപിക്ട്സ് ദി ടൈം ലൈൻ, ദാറ്റ് ഇസ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ എവല്യൂഷന്റെ ഒരു ടൈം ലൈൻ ആണ് ഇവിടെ ഡെപിക്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് 1800 സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആയിരുന്നു. പിന്നെ 1904 to 1915 ക്വാളിറ്റി ട്രലോഗി. അത് കഴിഞ്ഞ് പിന്നെ 1930 to 1940 സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്. പിന്നെ 1950 to 1960 ക്വാളിറ്റി മാനേജ്മെന്റ്. പിന്നെ 2019 വാല്യൂ ചെയിൻ ആൻഡ് 2002 പ്രസന്റ്ലി എന്ന് പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് ഒക്കെയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് അതിന്റെ ടൈം ലൈൻ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർവൈവൽ അറ്റ്മിസ്റ്റ് ഇന്റൻസ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ആണ്. സോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദാറ്റ് ഇസ് എല്ലാ സൊസൈറ്റിയിലും ഉള്ള ഒരു ഫേസ് ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ ഫേസിൽ നമുക്ക് ദാറ്റ് ഇസ് ഒരു നീഡും അല്ലെങ്കിൽ വൺ ഓർ ഫ്യൂ സപ്ലയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ അത് അവരെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ നീഡ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്ട്സും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. സോ ഒരു ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നിയർ മോണോപ്പൊളി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. ദാറ്റ് ഇസ് ചില സപ്ലയേഴ്സിന്റെ അവർ ഡോമിനേറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലേറ്റർ പിന്നെ കൂടുതൽ സപ്ലയേഴ്സ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി തുടങ്ങി. ആൻഡ് അതിലൂടെ നമുക്ക് എന്താണ് കുറച്ചും കൂടിയും വെറൈറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടിയും ആൾക്കാർ മോർ നമ്പർ ഓഫ് സപ്ലയേഴ്സിനൊക്കെ കിട്ടാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓവർ ദി ലാസ്റ്റ് 10 years ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഫിനോമിനൽ ചേഞ്ച് ആണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഇസ് എക്കണോമിക് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറി. അതേപോലെ എല്ലാ രീതിയിലും കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ബോർഡർലെസ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്, ബോർഡർലെസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ആൻഡ് സപ്ലയേഴ്സ് പറയുകയാണെങ്കിൽ അവരെപ്പോഴും കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഡൊമസ്റ്റിക് സപ്ലയേഴ്സിന്റെ ഭാഗത്തും അതേപോലെ ഇന്റർനാഷണലി അവർ കോമ്പറ്റീഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാ സപ്ലയേഴ്സും അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്യും. ദാറ്റ് ഇസ് അവർക്ക് മാർക്കറ്റിൽ റീറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ ബെസ്റ്റ് ആയിട്ട് അവർ ട്രൈ ചെയ്യും. നെക്സ്റ്റ് ഇസ് ഇൻക്രീസിങ് കസ്റ്റമർ കൺസൈസ്നെസ് ആണ്. സോ ഇതിൽ കോൺഷ്യസ്നെസ് ആണ്. സോ ഇതിൽ കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, അവർ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കും, ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മൾ. മുന്നേ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പം അങ്ങനെ അധികം ആവില്ല. പക്ഷെ ഇപ്പം എല്ലാത്തിനെ കുറിച്ചും അറിയാനൊക്കെ തുടങ്ങിയോണ്ട് നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആണ് എല്ലാത്തിനെ കുറിച്ചും. അതേപോലെ ഗവൺമെന്റ് ലോനെ കുറിച്ചും റെഗുലേഷൻസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും കൺസ്യൂമേഴ്സ് അവെയർ ആണ്. അതേപോലെ അവരുടെ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എല്ലാത്തിനെ കുറിച്ചും ഭയങ്കര അവെയർ ആണ്. സോ കൺസ്യൂമേഴ്സ് പറയുകയാണെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് നീഡ് ഫോർ ഏർണിംഗ് പ്രോഫിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. സോ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ സർവൈവലൊക്കെ ഉണ്ടാവുള്ളൂ അതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ. സോ ഒരു പ്രസന്റ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ ഇപ്പൊ ഒരു സപ്ലയർ ഓർഗനൈസേഷനും ഇതേപോലെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും ടു അച്ചീവ് പ്രോഫിറ്റ് ആണ്. ആൻഡ് അതോടൊപ്പം അവര് എന്ത് ചെയ്യണം, പ്രൈസ് കൺട്രോൾ ചെയ്തിട്ടായിരിക്കണം അവര് പ്രോഫിറ്റ് ഏൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് 3 കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം അതിൽ എന്താ പറയാ, ഈ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടൊക്കെ വേണം. അപ്പൊ അതിൽ വരുന്ന കൺട്രോളിങ് മേജർ ആയിട്ട് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്വാളിറ്റി കോസ്റ്റ് ആണ്. സോ അപ്പൊ എപ്പോഴും ഈ ഒരു ക്വാളിറ്റി കോസ്റ്റ് സപ്ലയർ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ദാറ്റ് ഇസ് കോസ്റ്റ് ഇൻകേർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഫോർ മേക്കിംഗ് നോൺ കൺഫേമിംഗ് പ്രോഡക്ട്സ് ആണ് ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ പിന്നെ അതേപോലെ കോസ്റ്റ് ഓഫ് റിപ്പയർ ഉണ്ട്, റീപ്രോസസിങ്, അതേപോലെ സ്ക്രാപ്പിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്.
സോ ഈ ക്വാളിറ്റി മാനേജ്മെന്റിൽ ഒരു 11 ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ട് ഓവറോൾ വരുന്നത്. ദാറ്റ് ഇസ് ക്വാളിറ്റി പ്ലാനിങ്, അതേപോലെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, അതേപോലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഈ ഒരു ക്വാളിറ്റി മാനേജ്മെന്റിൽ വരുന്നത്. ഇതെല്ലാം അതിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ്. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷുറൻസ്. സോ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷുറൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ എന്താണെന്നുള്ളത് നോക്കാം. സോ ആസ് പെർ ദി ഡെഫിനിഷൻ ഗിവൺ ബൈ ISO, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എല്ലാ ഓപ്പറേഷണൽ ടെക്നിക്സും ആക്ടിവിറ്റീസും നമ്മൾ ക്വാളിറ്റിക്ക് വേണ്ടി, ക്വാളിറ്റിയുടെ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷണൽ ടെക്നിക്സിനെയും ആക്ടിവിറ്റീസിനെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് ഒരു സർട്ടൻ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ടു എൻഷുർ ദി ട്രൂ എക്സ്പ്രഷൻ, ദാറ്റ് ഇസ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ്, ദാറ്റ് ഇസ് ഇപ്പം ഇന്റേണലി എക്സ്റ്റേണലി കസ്റ്റമറുടെ നീഡ് അല്ലെങ്കിൽ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് എൻഷുർ ചെയ്യുക, ദാറ്റ് ഇസ് എന്താണ് വേണ്ടതെന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നതാണ് ദാറ്റ് ഇസ് മോണിറ്റർ ദി പ്രോസസ്. അപ്പൊ ആ ഒരു വേരിയസ് സ്റ്റേജസിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. ദാറ്റ് ഇസ് നമുക്കിപ്പോൾ ഒരു അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഓവർകം ചെയ്യണം, ഒരു എഫക്റ്റീവ്നെസ് അവിടെ ഉണ്ടായിരിക്കണം. സോ ഇതെല്ലാം ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത വരുന്നതാണ് ഇൻസ്പെക്ഷൻ എന്നുള്ളത്. സോ ഇതിൽ നമ്മൾ എപ്പോഴും കസ്റ്റമറിന് നീഡ് എന്താണോ അതനുസരിച്ചുള്ള രീതിയിലുള്ള പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അത് ഇൻസ്പെക്ട് ചെയ്യണം. ആൻഡ് അതേപോലെ ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക്. അപ്പം ഇതിൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇനി വീണ്ടും ഇംപ്രൂവ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്താണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. സോ ഇതിലും നമുക്ക് ഇതിന്റെ ദാറ്റ് ഇസ് ആസ് പെർ ദി ഡെഫിനിഷൻ ഓഫ് ISOന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റഡ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ്. ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത എല്ലാ പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീസ് ആണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിലൂടെ നമ്മൾ ഒരു അഡിക്വേറ്റ് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രൊഡക്റ്റും സർവീസിനും. അതേപോലെ ആ ഒരു ക്വാളിറ്റി, എത്ര ക്വാളിറ്റി വേണോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് റിക്വയർമെന്റ് എന്താണോ അതൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ്. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൽ അവരുടെ കോമൺ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അപ്പം നമ്മളിപ്പം ഒരു ഓർഗനൈസേഷനിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം ഒരു ഓർഗനൈസേഷൻ ഇപ്പം അവരുടെ സപ്ലയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ എൻവിറോൺമെന്റ് അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ എല്ലാ ഓർഗനൈസേഷനും ഇതേപോലെ ഒരു സപ്ലയർ ഉണ്ടാവും. ആൻഡ് അവർക്ക് ദാറ്റ് ഇസ് ദേ ഹാവ് 5 പ്രിൻസിപ്പൽ ഗ്രൂപ്പ്സ് ആണ് ഉണ്ടാവുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ 5 പ്രിൻസിപ്പൽ ഗ്രൂപ്പ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതിൽ നിന്ന് പറയുകയാണെങ്കിൽ സപ്ലയേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഓണേഴ്സ് ഉണ്ട്, സബ് സപ്ലയേഴ്സ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്. സോ ഇതാണ് 5 നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ്സ് എന്നുള്ളത് രീതിയിൽ വരുന്നത്. സോ അതിൽ കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ അവർ പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എംപ്ലോയീസിന്റെ പറയുകയാണെങ്കിൽ കരിയർ അല്ലെങ്കിൽ വർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓണേഴ്സിനാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർഫോമൻസ് ആയിരിക്കും. അതേപോലെ സബ് സപ്ലയേഴ്സ് ആണെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സൊസൈറ്റി പറയുകയാണെങ്കിൽ സൊസൈറ്റിക്കുള്ള ഒരു സ്റ്റെവാർഡ്ഷിപ്പിന് റെസ്പോൺസിബിൾ. അങ്ങനെയാണ് ഇതൊക്കെയാണ് ആ 5 ഗ്രൂപ്പായിട്ട് പറയുന്നത്. TQM ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ ഇതിൽ നമുക്ക് നോക്കാം ദാറ്റ് ഇസ് എങ്ങനെയാണ് ഈ TQM ഇവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പെർസെപ്ഷൻ ഒക്കെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ബയേഴ്സ് ഓർ കസ്റ്റമേഴ്സിന്റെ ആണ്. സോ കസ്റ്റമേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പം ദാറ്റ് ഇസ് എന്താണ്, അവര് ഒരുപാട് ഇപ്പം എന്താ പറയുക റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പാണ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ പോർട്ടേഴ്സിന്റെ 5 ഫോഴ്സസ് മോഡൽ ആണ് ഇവിടെ എംപ്ലോയ് ചെയ്യുന്നത്. ആൻഡ് അതിലെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നമ്മൾ ബാർഗെയിനിങ് പവറിന്റെ ബേസിസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾ, ഐഡിയ ഓഫ് ബാർഗെയിനിങ് പവർ ആണ് അവിടെ വരുന്നത്. ആൻഡ് ഇതിൽ നമുക്കിപ്പം ഈ ഒരു ബാർഗെയിനിങ് പവർ, ബയ്യറുടെ ബാർഗെയിനിങ് പവർ എങ്ങനെയെങ്കിലും നമുക്ക് വീക്ക് ആക്കുക എന്നുള്ളത് നോക്കുമ്പോൾ അപ്പൊ അവിടെ നമുക്ക് ഓർഗനൈസേഷൻ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വറി ചെയ്യേണ്ടി വരില്ല. സോ എപ്പോഴും നമ്മൾ ആ ഒരു കസ്റ്റമർ റിക്വയർമെന്റ്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എക്സീഡിങ് അവരുടെ റിക്വയർമെന്റ്സ് എക്സീഡ് ചെയ്യുന്ന രീതിയിൽ, സാറ്റിസ്ഫാക്ഷൻ എക്സീഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കണം നമ്മൾ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അടുത്തത് സപ്ലയേഴ്സ് ഓർ പാർട്ട്നേഴ്സ് ആണ്. സോ ഇതിൽ കോമ്പറ്റീറ്റീവ് എൻവറോൺമെന്റിൽ നമുക്ക് എപ്പോഴും 0 ഡിഫക്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ 0 ഡിഫക്ട് ഡെലിവറി ഒക്കെയാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ഓർഗനൈസേഷൻസ് അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് 5 ഫോഴ്സസ് മോഡൽ അഗെയിൻ അത് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ആൻഡ് ഇതിൽ ജപ്പാനീസ് ഓർഗനൈസേഷൻസ് ഒക്കെ അവരുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിന് വേണ്ടി നല്ലൊരു എക്സാമ്പിൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഫോളോ ചെയ്യുന്നുമുണ്ട്. ആൻഡ് ഇവിടെ മെയിൻ ആയിട്ട് കമ്മിറ്റ്മെന്റ് ആണ്, ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. അടുത്താണ് സപ്ലയർ പാർട്ട്ണറിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊരു ജപ്പാനീസ് കൺസെപ്റ്റ് ആണ്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് സപ്ലയേഴ്സുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ്, അതാണ് ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്.
സോ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു നല്ലൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അവിടെ ആവശ്യമാണ്. അതേപോലെ ലോ ബിഡ് കോൺട്രാക്ടിങ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ കോൺട്രാക്ട് ചെയ്യുന്ന നമ്മൾ എപ്പോഴും ബിഡ് ചെയ്യുന്ന സമയത്ത് ലോവർ ആയിട്ടുള്ള ഒരു ബിഡ്, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് എന്താണ് ലോവർ ബിഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വാളിറ്റിയിൽ കട്ട് ഡൗൺ ഉണ്ടാവാനുള്ള ആ ഒരു സപ്ലയേഴ്സിനൊക്കെ എൻകറേജ് ചെയ്യും. സോ ഈ ഒരു എന്താ പറയാ ഈ ഒരു സിസ്റ്റം ഓഫ് കോൺട്രാക്ടിംഗ് എന്ന് പറയുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സപ്ലയേഴ്സും അതേപോലെ ഹൈ ടേൺ ഓവർ ഓഫ് സപ്ലയർ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ആൻഡ് ഇതിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് അതിലൂടെ കോസ്റ്റ് റിഡക്ഷനും ക്വാളിറ്റി എൻഹാൻസ്മെന്റും കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് സപ്ലയേഴ്സ് സ്റ്റാഫിനൊക്കെ നമുക്ക് അതേപോലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതേപോലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. സോ അതിലൊരു മ്യൂച്വൽ ട്രസ്റ്റും അതേപോലെ ലോങ് ടേം മ്യൂച്വൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ആൻഡ് ഇപ്പം നമുക്ക് ഒരു ഇയർലി ലോ ബിഡ് കോൺട്രാക്ടിങ് സിസ്റ്റം ഒക്കെ ഓരോ വർഷവും ഒരു ദാറ്റ് ഇസ് ലോ ബിഡ് കോൺട്രാക്ടിങ് സിസ്റ്റം ഒക്കെ ഉണ്ട്. സോ അങ്ങനെ അതുള്ള സമയത്ത് നമുക്ക് എന്താണ് ഒരു കസ്റ്റമർ ഓർഗനൈസേഷൻ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്പെക്ഷനും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഇൻസ്പെക്ഷനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും. അതേപോലെ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ടു അക്സെപ്റ്റ് ഓർ ടു റിജക്ട് എന്നുള്ളതാണ് വരുന്നത്. സോ ഇത് ബേസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഡിഫക്ട്, എത്ര ഡിഫക്ട് ഉണ്ട് ഒരു സാമ്പിളിൽ, അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, അതാണ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ അതിന്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് JIT സിസ്റ്റം എന്നുള്ളത്. സോ ദാറ്റ് ഇസ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇൻകമിംഗ് മെറ്റീരിയൽസും പാർട്സും കാര്യങ്ങൾക്കൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. സോ ഇപ്പൊ ഈ ഒരു JIT സിസ്റ്റത്തിൽ നമുക്ക് ഒരു ദാറ്റ് ഇസ് ജപ്പാനീസ് കൺബർ അല്ലെങ്കിൽ സീറോ ഇൻവെന്ററി സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു ഇൻവെന്ററി ലെവൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇറ്റ് റീച്ചസ് ദി സീറോ ലെവൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇൻവെന്ററിയും ഹോൾഡിംഗ് കോസ്റ്റും ആ ഒരു ഹോൾഡിംഗ് കോസ്റ്റും സീറോ ആയിട്ട് മാറും. ആൻഡ് ഇതൊരു ഡിമാൻഡ് പുൾ സിസ്റ്റം ആണ്. അപ്പം ഇതിൽ നമുക്ക് പുഷ് ഇൻവെന്റ് ദാറ്റ് ഇസ് ഒരു എന്താ പറയുക, ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഡിമാൻഡ് പുൾ ബേസിസിലാണ് വരുന്നത്. അപ്പം ഓരോ സ്റ്റേഷനും അല്ലെങ്കിൽ ഓരോ വർക്കറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെൻ ദ നെക്സ്റ്റ് സ്റ്റേഷൻ ഓഫ് വർക്കർ അവർ ദാറ്റ് ഇസ് അത് റിസീവ് ചെയ്യാൻ ലൈനായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഡിമാൻഡ് പുൾ സിസ്റ്റം ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അടുത്താണ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് അറിയാം ദാറ്റ് ഇസ് ഒരു ഗ്രോയിങ് ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു TQM പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് മെയിൻ നമുക്ക് ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ് ഉണ്ടാവാറുണ്ട്. അതേപോലെ ഒരു ഗ്ലോബൽ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ലോങ് ടേം ഫിനാൻഷ്യൽ വാല്യൂ ഓഫ് ഓണേഴ്സ് അതിനൊക്കെയാണ് നമ്മൾ ദാറ്റ് ഇസ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് നോക്കേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഓവറോൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ TQM പ്രാക്ടീസസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിലൂടെ ബെറ്റർ ക്വാളിറ്റി ദാറ്റ് ഇസ് എംപ്ലോയി റിലേഷൻ ഉണ്ടാവാറുണ്ട്, അതേപോലെ ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ആൻഡ് ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുണ്ട്, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ, അതേപോലെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അക്കോർഡിംഗ് ടു സ്റ്റഡി പ്രകാരം പെർഫോമൻസ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യുന്നത് ബൈ പ്രോഫിറ്റ് മാർജിനിലൂടെ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ അസറ്റ്, അതേപോലെ അസറ്റ് യൂസ് എഫിഷ്യൻസി, ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്. ആൻഡ് അപ്പം ഇതിൽ നമുക്ക് ഒരു റിട്ടേൺ ഓൺ സെയിൽസും അതേപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ ഇതിൽ ഹയർ ആയിരിക്കും. അടുത്ത ടോപ്പിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ കൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ നോക്കാം. സോ ഇതിൽ കൺസെപ്റ്റ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ പണ്ടോട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ പറയുക, വേരിയസ് നാച്ചുറൽ ഫിനോമിന ഒക്കെ ഇതിൽ നമുക്ക് എന്തെടുക്കുകയാണെങ്കിലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏർലിയർ ഹിസ്റ്ററിയിൽ പറയുകയാണെങ്കിൽ ഹ്യൂമൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരുന്നു. അവര് തോട്ട്സും ഫീലിങ്സും കാര്യങ്ങളൊക്കെ മെസ്സേജസ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുമായിരുന്നു. പിന്നെ അടുത്തത് പിന്നെ വരുന്നതാണ് ദാറ്റ് ഇസ് എന്താ പറയാ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. അതായത് മെഷർമെന്റിന് വേണ്ടിയിട്ട് വെയ്റ്റ്സും മെഷേഴ്സും ഒക്കെ ഫോം ആയി. ആൻഡ് ഇനി നമുക്ക് ഇതിന്റെ ദാറ്റ് ഇസ് എന്താ പറയാ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലൂടെയാണ് ഈ ഒരു ദാറ്റ് ഇസ് കൺസെപ്റ്റ് കുറച്ചും കൂടി ഒരു ദാറ്റ് ഇസ് മാസ് പ്രൊഡക്ഷൻ അതിലൊക്കെ നമുക്ക് ഒരു കുറച്ചും കൂടി ഓൺസെറ്റ് ആയി വന്നത് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ശേഷമാണ്. ആൻഡ് ബൈ ദ ടൈം ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി വെൽ റെക്കഗ്നൈസ്ഡ് ആയി തുടങ്ങി. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ കുറച്ചും കൂടി റെക്കഗ്നൈസ് ആയി തുടങ്ങി. ആൻഡ് ഇതില് ദാറ്റ് ഇസ് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലൊക്കെ കുറച്ചും കൂടിയും ദാറ്റ് ഇസ് എന്താ പറയുക ഒരു നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ കുറച്ചും കൂടിയും കൂടുതലായി ആ ലെവലിലേക്ക് എത്തി തുടങ്ങി. ആൻഡ് ഇതിൽ നമുക്ക് ദാറ്റ് ഇസ് വേൾഡ് വാർ ടൈമിലൊക്കെ ഒരുപാട് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങൾക്കൊക്കെ നാഷണൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കമ്മിറ്റീസും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇപ്പം സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെക്കഗ്നൈസ് ആസ് എ വൈറ്റൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്.
ആൻഡ് ഇനി ഇതിന് നമുക്ക് ഡെഫിനിഷൻ ഓഫ് ടേം സ്റ്റാൻഡർഡൈസേഷൻ നോക്കാം. സോ ഇതാണ് ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. ആൻഡ് അക്കോർഡിംഗ് ടു ISOന്റെ ബേസിസിലാണ് പറയുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് ആൻഡ് അപ്ലൈങ് റൂൾസ്. അതായത് നമ്മൾ ഓരോ റൂൾസ് ഉണ്ടാക്കി അത് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് മെയിൻ ആയിട്ട് ഒരു ഓർഡർലി അപ്രോച്ച് ഉണ്ടാവും. ആൻഡ് ഒരു സ്പെസിഫിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എല്ലാവരും ഒരു കോർപ്പറേഷൻ അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറെ സംഭവങ്ങൾ സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി ഇത് ഫുൾ ആയിട്ടാണ് ആ ഒരു ഡെഫിനേഷൻ ഫുൾ ആയിട്ട് പറയുന്നത്. സോ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ ഇതിന് മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഈസി ആയിട്ട് എഴുതിയാൽ മതി. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈ ഒരു പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഫോർമുലേറ്റിംഗ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ എംഫസിസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ കോർപ്പറേഷൻ ഓഫ് ദാറ്റ് ഇസ് എല്ലാ ഇതുമായിട്ടും ഭയങ്കര കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ആൻഡ് ഈ ഒരു പ്രോസസ് ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്. ആൻഡ് അതിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഇറ്റ് ഇൻവോൾവ്സ് മെനി പ്രോസസ്. ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ഇതിന് കോൾസ് ദാറ്റ് ഇസ് നമുക്ക് ഇതിന് നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ്പെർട്ടൈസും നോളജും എക്സ്പീരിയൻസും എല്ലാം കൂടി ഒരുമിച്ച് പൂൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ പറയും. ആൻഡ് സം പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർ വരുന്നുണ്ട് സ്റ്റാൻഡർഡൈസേഷന്റെ ആപ്ലിക്കേഷൻ, പിന്നെ സിംബോളിക് റെപ്രസെന്റേഷൻസ് വരുന്നുണ്ട്, പ്രോഡക്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, പിന്നെ സേഫ്റ്റി ഓഫ് പേഴ്സൺസ് ആൻഡ് ഗുഡ്സ്. ഇതിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻഡേർഡ്. സോ എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ISO പ്രകാരം സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റാൻഡർഡൈസേഷൻ എഫേർട്ട്. നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡർഡൈസേഷനിലൂടെ അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എപ്പോഴും ഒരു റെക്കഗ്നൈസ്ഡ് അതോറിറ്റി അപ്രൂവ് ചെയ്തതായിരിക്കും. ആൻഡ് ഇതിപ്പോ ഒന്നില്ലെങ്കിൽ നമുക്ക് ദാറ്റ് ഇസ് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഒരു ഡോക്യുമെന്റ് രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് ഫോർ ഫിസിക്കൽ കമ്പാരിസൺ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ. സോ ആസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റാൻഡർഡൈസേഷൻ റിസൾട്ട് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ആൻഡ് അതിൽ നമുക്കിപ്പം നമുക്കിതിൽ ഒരു ചേഞ്ച് ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു ടെക്നോളജി അപ്ഗ്രേഡേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ നീഡ് ചേഞ്ച് ആവുമ്പോൾ, അല്ലെങ്കിൽ ക്വാളിറ്റി ഇവാലുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഇതും ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള അതുകൊണ്ടാണ് ഡൈനാമിക് ആയിട്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇത് എപ്പോഴും ഒരു റെക്കഗ്നൈസ്ഡ് അതോറിറ്റി അപ്രൂവ് ചെയ്തതായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ദാറ്റ് ഈസ് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. അതിന്റെ കാറ്റഗറീസ് ആണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ ഇതിൽ നമുക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ റീജിയണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ ഇത് റീജിയണൽ ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ നാഷണൽ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. സോ ഈ നാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ കമ്പനി സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ ഇത് ഇറ്റ്സ് ഓൺ യൂസിന് വേണ്ടിയിട്ട് കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ്. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദി കണ്ടന്റ് ഓഫ് ഡോക്യുമെന്റ് ബേസിസിൽ നമുക്ക് ബേസിക് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. സോ ഇതിൽ നമുക്കൊരു വൈഡ് റേഞ്ച് കവറേജും അതേപോലെ ജനറൽ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ വരുന്നത് ടെർമിനോളജി വൊക്കാബുലറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് കൺസേൺ വിത്ത് ദി ടേംസ് ദാറ്റ് ഇസ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻസും അല്ലെങ്കിൽ അതിന്റെ ഇല്ലുസ്ട്രേഷൻസ് എക്സാമ്പിൾസ് അതിന്റെയൊക്കെ ബേസിസിൽ വരുന്നതാണ് ടെർമിനോളജി വൊക്കാബുലറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അടുത്താണ് ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ ടെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സാമ്പിളിംഗ് അങ്ങനെയൊക്കെ കാര്യങ്ങളിലാണ് ഇതിൽ വരുന്നത്. പിന്നെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. സോ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ടു ബി ഫുൾഫിൽ, ഒരു പ്രോഡക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ അവർ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യണം എന്നതിന്റെ ബേസിസിൽ വരുന്നതാണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്. പ്രോസസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിലും ഇതേപോലെ ആ ഒരു പ്രോസസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം അതിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സർവീസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു സർവീസിലൂടെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് സർവീസ് സ്റ്റാൻഡേർഡിൽ വരുന്നത്. ഇനി സ്റ്റാൻഡർഡൈസേഷൻ അറ്റ് ഇന്റർനാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ IEC. സോ IEC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1904 സോ ഇറ്റ് ഇസ് ദി ഫസ്റ്റ് ഓർഗനൈസേഷൻ ടു അണ്ടർടേക്ക് സ്റ്റാൻഡർഡൈസേഷൻ അറ്റ് ഇന്റർനാഷണൽ ലെവൽ. സോ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ടു ഫെസിലിറ്റേറ്റ് ദി കോർഡിനേഷൻ, അതായത് ഒരു യൂണിഫോം നാഷണൽ ഒരു യൂണിഫിക്കേഷൻ കൊണ്ടുവരിക സ്റ്റാൻഡേർഡ്സിന് എന്നുള്ളതാണ്. ആൻഡ് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ദാറ്റ് ഇസ് ISO. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതും ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തതും ജൂൺ 1947 സോ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ടു പ്രൊവൈഡ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഒരു വേൾഡ് വൈഡ് ഒരു ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, മ്യൂച്വൽ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ആൻഡ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഫ്രം ജനീവ ഇൻ സ്വിറ്റ്സർലാൻഡ്. ഇനി സം അതർ പ്രോമിനന്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ITU ദാറ്റ് ഇസ് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ, പിന്നെ CGPM ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, പിന്നെ അടുത്ത വരുന്നതാണ് CAC അതില് കോഡെക്സ് അലിമെന്ററീസ് കമ്മീഷൻ വരുന്നുണ്ട്. ആൻഡ് അതില്
ഇത് മെയിൻ ആയിട്ട് യൂണിഫിക്കേഷൻ ഓഫ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ILO, ദാറ്റ് ഇസ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. സോ ഇവർ ഡീൽ ചെയ്യുന്നത് ലേബർ, ദാറ്റ് ഇസ് സേഫ്റ്റി ഓഫ് പേഴ്സണലിന്റെ ബേസിസിലാണ് അവർ ഡീൽ ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ അറ്റ് ദി നാഷണൽ ലെവൽ. സോ നാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഡെൽഡ് ബൈ ദി നാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെയാണ്. സോ അതിൽ ഓവർ 120 കൺട്രീസ് വരുന്നുണ്ട് ആൻഡ് ഇതെല്ലാവരും ISOന്റെ മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് നാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ട് 1947 വന്നിട്ടുള്ളത്. ആൻഡ് അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ISI എന്ന രീതിയിലാണ്. ആൻഡ് ഇതിൽ നമുക്ക് ദാറ്റ് ഇസ് BIS ഉണ്ട്, ദാറ്റ് ഇസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതേപോലെ ഇത് മെയിൻ ആയിട്ട് 1 ഏപ്രിൽ 1987 ഇന്ത്യൻ പാർലമെന്റ് ദാറ്റ് ഇസ് ആ ഒരു ഇയറിലൊക്കെയാണ് അത് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് BIS ആക്ട് 2016 പറയുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരുപാട് പ്രൊവിഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ബ്യൂറോ ആണ്. ആൻഡ് ഇത് ഗുഡ്സ് ആയിട്ടും ആർട്ടിക്കിൾ, പ്രോസസ്, സിസ്റ്റംസ്, സർവീസ്, ഇങ്ങനെ എല്ലാത്തിന്റെ ബേസിസിലും എല്ലാത്തിനും ഇതുപോലുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇതിൽ മെയിൻ ആയിട്ട് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇതിൽ ഒരുപാട് ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ്സ് പറയുകയാണെങ്കിൽ എന്ത് സ്റ്റാൻഡേർഡും ദാറ്റ് ഇസ് ബ്യൂറോസ് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്ന എന്ത് സ്റ്റാൻഡേർഡ്സും വരും. അതേപോലെ സെക്ഷൻ 10 പ്രകാരം BIS ആക്ട് സെക്ഷൻ 10 പറയുന്നത് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആവും. അതേപോലെ എനി സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ആൻഡ് പബ്ലിഷ് ആസ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ BIS പബ്ലിഷ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത എല്ലാ സ്റ്റാൻഡേർഡ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ പ്രൊഡക്ട് സർട്ടിഫിക്കേഷൻ ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ ക്വാളിറ്റി സിസ്റ്റം ആൻഡ് സർട്ടിഫിക്കേഷൻസ് നോക്കുക, അതേപോലെ ടു എസ്റ്റാബ്ലിഷ്, മെയിൻറ്റെയിൻ ആൻഡ് റെക്കഗ്നൈസ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ഒരു പേർപ്പസ് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ നോക്കുക. പിന്നെ വരുന്നതാണ് ടു അണ്ടർടേക്ക് റിസർച്ച് ഫോർ ദി ഫോർമുലേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. പിന്നെ അതേപോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ വർക്കിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു സ്റ്റാൻഡേർഡ്സിന്റെ ഫോർമുലേഷൻ പ്രോസസ് നമുക്ക് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് നമ്മളൊരു റിട്ടൺ റിക്വസ്റ്റ് ബ്യൂറോന് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് എനി മിനിസ്റ്റർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കൺസ്യൂമർ ഓർഗനൈസേഷൻ, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, ഇൻഡസ്ട്രി അസോസിയേഷൻസ്, അതേപോലെ പ്രൊഫഷണൽ ബോഡീസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ബ്യൂറോ അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിക്വസ്റ്റ്, ആർക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എന്താണ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇതിൽ നോക്കണം. അതിന് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു റെലവന്റ് ഡിവിഷണൽ കൗൺസിൽ എന്ത് ചെയ്യും, ദാറ്റ് ഇസ് അവർ ആ നീഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ദേ എസ്റ്റാബ്ലിഷ് ദാറ്റ് ഇസ് അവരുടേതായ കൺസിഡറേഷൻസും കാര്യങ്ങളും ഒരു എൻക്വയറി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ അതിനുശേഷം ആ ഒരു എൻക്വയറിക്ക് ശേഷം ഈ ഒരു ഡിവിഷണൽ കൗൺസിൽ എന്ത് ചെയ്യും, ദേ അപ്പോയിന്റ് ടെക്നിക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ കമ്മിറ്റീനെ അവർ അപ്പോയിന്റ് ചെയ്യും. ആൻഡ് ഇവര് എന്താ പറയുക, ഒരു തറോ റിസർച്ച് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അവർ നടത്തും. അതിനുശേഷം ആ ഒരു പ്രപ്പോസറെ ഇറ്റ് വിൽ ബി ഇൻഫോം, ദാറ്റ് ഇസ് ഇതിന്റെ ഔട്ട്കം, ആ ഒരു റിക്വസ്റ്റിന്റെ ഔട്ട്കം ഇൻഫോം ചെയ്യും. ദാറ്റ് ഇസ് ആ ഒരു ടോപ്പിക് അപ്രൂവ് ചെയ്തോ എന്നുള്ളതൊക്കെ ഇൻഫോം ചെയ്യും. അതിനുശേഷം വരുന്നതാണ് ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഈ ഒരു കമ്മിറ്റി പ്രോപ്പർലി അപ്രൂവ് ചെയ്യണം. അതിനുശേഷമാണ് ഇത് നമുക്ക് എന്താ പറയാ, ഒരു എല്ലാ കാര്യങ്ങളും ദാറ്റ് ഇസ് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇംപ്രൂവ്മെന്റ് ഐഡിയാസും ക്രിറ്റിസിസം എല്ലാം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ടോപ്പിക് ഒരു അർജന്റ് ടോപ്പിക് ആണോ അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ആവരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റി നോക്കിയ ശേഷമാണ് ഇത് ദാറ്റ് ഇസ് ഒരു ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ്സ് വരുന്നത് എനർജി കൺസർവേഷൻ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, റൂറൽ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു റെലവന്റ് ടെക്നിക്കൽ കമ്മിറ്റി ഇതെല്ലാം ഈ ഒരു ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവരെന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യും. ആൻഡ് ഈ ഒരു ഡ്യുവൽ അപ്രൂവൽ, ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ഡ്യുവൽ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇത് പോകുന്നത് ഡിവിഷണൽ കൗൺസിലിൽ അല്ലെങ്കിൽ അവരുടെ ചെയർമാനിലേക്കാണ് ഇത് പോകുന്നത് അഡോപ്ഷന് വേണ്ടിയിട്ട്. അതിനുശേഷം അറ്റ്ലീസ്റ്റ് ദാറ്റ് ഇസ് വൺസ് ഇൻ 5 years എല്ലാ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സും എക്സാമിൻ ചെയ്യും. ഏതെങ്കിലും റിവൈസ് ചെയ്യണോ എന്നുള്ളതൊക്കെ നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഡ്രോ ചെയ്യണോ എന്നുള്ളതൊക്കെ നോക്കും. ആൻഡ് ഈ ഒരു സെക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് അവർ ഈ സ്റ്റാൻഡേർഡ്സ്, അവരുടെ ഒപ്പീനിയൻ കാര്യങ്ങളെല്ലാം നോക്കും. ആൻഡ് ഇവര് ഡു നോട്ട് റിക്വയർ റിവിഷൻ ഓർ മോഡിഫിക്കേഷൻ ആണ്, അവരുടെ ഒപ്പീനിയൻ പ്രകാരമാണ് വരുന്നത്.
സോ BIS പറയുന്നത് നമുക്കിപ്പോൾ ഒരു കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ കെമിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോ ടെക്നിക്കൽ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ അങ്ങനെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഈ ഒരു ഈ ഒരു ഫോർമുലേഷൻ, ടെക്സ്റ്റൈൽ, വാട്ടർ റിസോഴ്സസ് ഒക്കെ അതിൽ വരുന്ന ഏരിയാസ് ആണ്. ഇനി ഒരു ഡിവിഷണൽ കൗൺസിൽ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇവർ മെയിൻ ആയിട്ട് ഓപ്പറേഷൻസ് ഒക്കെ ഡയറക്ട് ചെയ്യുക, അതിൽ ഓവർസീ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് ഓഫ് ദി 15 ഡിവിഷൻ കൗൺസിൽ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് വർക്കും ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് BIS തന്നെ ആയിരിക്കും. ആൻഡ് ഡിവിഷണൽ കൗൺസിൽ അതേപോലെ സെക്ഷണൽ കമ്മിറ്റീസ് ഒക്കെ പറയുകയാണെങ്കിൽ അവരുടെ വർക്ക് പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്നതും എല്ലാം പ്രോപ്പർ ആയിട്ടായിരിക്കും വരുന്നത്. എല്ലാം BISന്റെ ഇതിലാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ സ്പേസ് ആണ്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് എ പ്രോപ്പർ ഒരു കറക്റ്റ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കറക്റ്റ് എയിംസ് ആൻഡ് ഫംഗ്ഷൻസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഇന്റർ റിലേഷൻഷിപ്പ് വേരിയസ് ഈ ഒരു സ്റ്റാൻഡേർഡ്സിന്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങൾക്കൊക്കെ എക്സാമിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനെയാണ് നമ്മളൊരു സ്റ്റാൻഡർഡൈസേഷൻ സ്പേസ് എന്ന രീതിയിൽ പറയുന്നത്. സോ ഇതിൽ നമുക്കൊരു സബ്ജക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആസ്പെക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലെവൽ ഉണ്ടാവും. സോ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇനി എയിംസ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ നോക്കാം. സോ അതിൽ മെയിൻ ആയിട്ട് ടു അച്ചീവ് മാക്സിമം ഓവറോൾ ഇക്കോണമി അച്ചീവ് ചെയ്യുക, അതിപ്പോൾ കോസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്ട്, കൺസർവേഷൻ ഏതിന്റെ ബേസിസിലാണെങ്കിലും. പിന്നെ വരുന്നതാണ് ടു എൻഷുർ ദാറ്റ് ഇസ് മാക്സിമം കൺവീനിയൻസ്, അതിന്റെ യൂസ് നമ്മൾ മാക്സിമം ആയിട്ട് യൂസ് ചെയ്യുക, അതിന്റെ കൺവീനിയൻസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുക. സോ ഇതിൽ മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ സിംപ്ലിഫിക്കേഷനിലേക്ക് ലീഡ് ചെയ്യണം, റാഷണലൈസേഷൻ ആയിരിക്കണം, അതേപോലെ ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് പാർട്സ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, അൺനെസസറി വേസ്റ്റ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ വരുന്നത് ടു അഡോപ്റ്റ് ദി ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അതിന് ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസ് എന്താണോ അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു ക്വാളിറ്റിനെ നമ്മളൊരു ഡിഫൈൻ ചെയ്യുക പ്രോപ്പർ ആയിട്ട് എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അടുത്തത് ഇതിൽ നമുക്ക് ദാറ്റ് ഇസ് ആ ഒരു കാരണം ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ അതിനാണ് നമ്മൾ ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു എയിം എന്ന് പറയുകയാണെങ്കിൽ ഇത് ലീഡ് ചെയ്യുന്നത് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സും ടെസ്റ്റ് മെത്തേഡ്സും ഗ്രേഡിംഗ് സ്കീം അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്വാളിറ്റിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. സോ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് നമ്മളൊരു റെക്കഗ്നൈസ്ഡ് ലെവൽ ഓഫ് ക്വാളിറ്റി സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിലൂടെ നമുക്കൊരു ഗുഡ് വിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ദേ പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക്, ദാറ്റ് ഇസ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അല്ലെങ്കിൽ ദാറ്റ് ഇസ് വെറൈറ്റി റാഷണലൈസേഷനും സിംപ്ലിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഫെസിലിറ്റേറ്റ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഇപ്പം ഒരു സ്പെസിഫിക്കേഷൻ ഓരോ കാര്യങ്ങൾക്കും കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ലേറ്റസ്റ്റ് റിസർച്ചും അതിലിപ്പോൾ ഡെവലപ്മെന്റ് റിസൾട്ട് ഒക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ്സ് പറയുകയാണെങ്കിൽ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ മോർ പ്രോഫിറ്റും പ്രോപ്പർ യൂട്ടിലൈസേഷൻ റിസോഴ്സസ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. മെറ്റീരിയൽ വേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നതും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുന്നതും നമുക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓവർവ്യൂ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഓർ TQM. സോ ഈ ഒരു TQM എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് TQM മാനേജ്മെന്റ്, ദാറ്റ് ഇസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു മാനേജ്മെന്റ് അപ്രോച്ച് ആണ്. ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു മാനേജ്മെന്റ് അപ്രോച്ച് ആണ്. അത് മെയിൻലി ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിൽ എല്ലാ മെമ്പേഴ്സിന്റെയും പാർട്ടിസിപ്പേഷൻ, അതേപോലെ ഇത് മെയിൻ ആയിട്ടൊരു ലോങ് ടേം സക്സസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ ലോങ് ടേം സക്സസിലേക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. ആൻഡ് ഇതിന്റെ എല്ലാ മെമ്പേഴ്സിനും ഇതിന് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓർഗനൈസേഷനും സൊസൈറ്റിക്കും അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ TQM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ ടോട്ടൽ ക്വാളിറ്റി ഫോറം ഓഫ് USA ആണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ സെയിം മീനിങ് തന്നെയാണ് ഇതിലും പറയുന്നത്. ഫർദർ നമുക്ക് പിന്നെ അതേപോലെ നമുക്ക് ISOന്റെ ഡെഫിനിഷൻസും വരുന്നുണ്ട്. പിന്നെ വരുന്ന TQM എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പീപ്പിൾ ഫോക്കസ്ഡ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ആൻഡ് ഇതിലൊരു കണ്ടിന്യൂസ് ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ അതിലൂടെ ദാറ്റ് ഇസ് മെയിൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. സോ അത് നമ്മൾ പീപ്പിൾ റിലേറ്റഡ് ആണല്ലോ. ആൻഡ് ഒരു ലോവർ കോസ്റ്റിലൊക്കെയാണ് ഇത് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നത്. ആൻഡ് TQM എന്ന് പറയുന്നത് ഇതൊരു ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് ആണ്. അതൊക്കെ ഒരു സെപ്പറേറ്റ് ഏരിയ അങ്ങനെയൊന്നുമല്ല, ടോട്ടലി ഒരു സിസ്റ്റത്തിൽ മൊത്തത്തിൽ വരുന്ന ഒരു അപ്രോച്ച് ആണ്. ആൻഡ് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ആൻഡ് ഇതിന് വേണ്ടി നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൽ എംപ്ലോയീസിന് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ ഫംഗ്ഷൻസും ഇതിൽ ഇൻവോൾവ് ആവും. അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അപ്രോച്ച് ആണ് ദാറ്റ് ഇസ് ലീഡർഷിപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ദാറ്റ് ഇസ് ഇതിൽ പറയുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാനേജറിയൽ ആയിട്ട് വരുന്നതാണ്. ആൻഡ് ഇതിൽ നമുക്ക് TQM എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ആൻഡ് ഇതിൽ റോൾ ഓഫ് എ ലീഡർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇത് ദാറ്റ് ഇസ് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കാൻ പറ്റുക, അല്ലെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ലീഡർഷിപ്പ് എന്ന രീതിയിൽ പറയുന്നത്. സോ ഇത് നമ്മളൊരു TQM
കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഒരു അൺക്വസ്റ്റ്യൻഡ് ലീഡർഷിപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കസ്റ്റമർ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, എല്ലാ എംപ്ലോയീസിനും ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഓർഗനൈസേഷനിൽ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എല്ലാം അച്ചീവ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും ആൻഡ് ഈ ഒരു ക്വാളിറ്റിയുടെ ബേസിസ് ക്വാളിറ്റിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബോത്ത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ക്വാളിറ്റി പ്രോസസ്സും ക്വാളിറ്റി ടൂൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വരുന്നത്. സോ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഇത് ഇൻവോൾവ് ചെയ്ത് ദാറ്റ് ഇസ് ടോപ്പ് മാനേജ്മെന്റിലൊക്കെ വരികയാണെങ്കിൽ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. അടുത്ത പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ആണ്. സോ ഈ ഒരു ടോട്ടൽ എന്ന രീതിയിൽ പറയുന്നത് എല്ലാ പ്രോസസ്സും എല്ലാ ജോബും എല്ലാ പേഴ്സൺ മൊത്തത്തിൽ ഒരു ടോട്ടൽ ആയിട്ടുള്ള വരുന്നത് ആസ് എ ഹോൾ ആയിട്ടാണ് ഇത് വരുന്നത്. സോ ഏർലിയർ നമുക്ക് ഇതിന്റെ എംഫസിസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഫംഗ്ഷനിലൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വാളിറ്റി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതില് ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ദാറ്റ് ഇസ് എല്ലാ കാര്യത്തിലും ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. സോ സെക്കൻഡ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ജോബിലും അത് വരുന്നുണ്ട്, അതേപോലെ തേർഡ്ലി നമ്മൾ എല്ലാ പ്രോസസ്സിലും നമ്മൾ ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് എല്ലാ ഓർഗനൈസേഷൻസും ആൻഡ് എല്ലാ ഹൈറാർക്കി ലെവലിലും എല്ലാം അവർക്ക് അവരുടേതായ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ആസ് എ ഹോൾ നമ്മൾ എല്ലാത്തിനും ഒരു ക്വാളിറ്റി നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അടുത്താണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദി ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം അപ്രോച്ചിൽ. അപ്പൊ ഇതിൽ നമുക്ക് ഒരേ കമ്മിറ്റ്മെന്റും ഒരേ ബിലീഫോടെയും എല്ലാ ഒബ്ജക്റ്റീവ്സും നമുക്ക് പ്രോപ്പർ ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത്. ദാറ്റ് ഓവറോൾ എഫക്റ്റീവ്നെസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, റിസോഴ്സസ് വേണം, അതേപോലെ അതിന് വേണ്ട പ്രോസസ്സ് വേണം, എല്ലാ ഡോക്യുമെന്റഡ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമാണ്. ആൻഡ് ഇതിന്റെ മോഡൽസ് ഒക്കെ പറയുന്നത് അവൈലബിൾ ആക്കുന്ന ISOയിലൂടെയാണ്. ദാറ്റ് ഇസ് ISO 9000 അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. സോ ഇതിൽ നമുക്ക് TQM എന്ന് പറയുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെ ഏരിയാസിൽ എന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ്, റിലയബിലിറ്റി, ക്വാളിറ്റി, ഇന്നോവേഷൻ, എഫിഷ്യൻസി, അതേപോലെ ബിസിനസ് എഫക്റ്റീവ്നെസ്. സോ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസും പ്രീ പ്ലാനിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ്. ദാറ്റ് അതെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ്. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതേപോലെ അനലൈസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഇസ് ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ ആസ് പെർ ദി ഡെഫിനിഷൻ നമ്മൾ പറയുന്നുണ്ട് ദാറ്റ് ഇസ് ഇതിലെല്ലാം മെയിൻ ആയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് ടേം സക്സസ് ഇതിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ഒരു കണ്ടിന്യൂവൽ ആയിട്ടുള്ളൊരു ദാറ്റ് ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൊടുക്കണം. അതൊരു ലോവർ കോസ്റ്റിലായിരിക്കണം മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ നീഡ് എന്ന് പറയുന്നത് നമ്മൾ ദാറ്റ് ഇസ് ഫസ്റ്റ് കസ്റ്റമറുടെ നീഡ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നതും ഇതിൽ നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അതേപോലെ കസ്റ്റമർ നീഡും അതേപോലെ സപ്ലയറുടെ കേപ്പബിലിറ്റിയും കൂടെ നമ്മൾ ഇതിൽ നോക്കണം. കാരണം എല്ലാം പ്രോപ്പർ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് പോയാൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷൻ അവിടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ കസ്റ്റമർ ഓഫ് ദി ഓർഗനൈസേഷനെ അപ്രോച്ച് ദാറ്റ് അവർക്കൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ഇനി നമുക്ക് ഇതിന്റെ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ നോക്കാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ദാറ്റ് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ, അതായത് അവരുടേതായ ഓപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ. സോ ആ ഓപ്പറേഷൻസിന്റെ ക്വാളിറ്റീസ് എല്ലാം ഇംപ്രൂവ് ചെയ്യുക എങ്കിൽ കസ്റ്റമേഴ്സിന്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും എല്ലാം എക്സ്പെക്ടേഷൻസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നതാണ് പ്രൊവൈഡ് കോൺഫിഡൻസ്. അതായത് ഒരു ഇന്റേണൽ മാനേജ്മെന്റ് എംപ്ലോയേഴ്സിന് എല്ലാവർക്കും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് TQM നോക്കാം. സോ ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. TQMന്റെ ഒന്നാമത്തേന്ന് പറയുകയാണെങ്കിൽ ഒരു അഗ്രീഡ് റിക്വയർമെന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിന് ഒരു അഗ്രീഡ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കണം. അതേപോലെ കസ്റ്റമർ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ആദ്യം നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് മസ്റ്റ് റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. അതേപോലെ ഫോക്കസ് ഓൺ പ്രിവെൻഷൻ ഓഫ് പ്രോബ്ലംസ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ പ്രിവെൻഷനും കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്യണം. അതേപോലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. അതേപോലെ എവറി ജോബിലും നമുക്കൊരു ഒരു ആഡ് ഓൺ വാല്യൂ ഉണ്ടായിരിക്കണം എല്ലാ ജോബിലും. അതേപോലെ എല്ലാ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യിക്കണം. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എല്ലാ ലെവലിലുള്ള ആൾക്കാരും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. പിന്നെ വരുന്നത് മെഷർമെന്റ്, നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിലും നമുക്കത് ഓരോന്ന് അസസ് ചെയ്ത് നമ്മൾ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ദി ക്രിയേറ്റിവിറ്റി. സോ അതും വളരെ ഇമ്പോർട്ടന്റ്. അവാർഡ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻസ്.
സോ ഇതിൽ നമുക്ക് അവാർഡ്സ് നോക്കാം. സോ അവാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു റെക്കഗ്നിഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അവാർഡ് എന്ന് പറയുന്നത്. ഒരു അച്ചീവ്മെന്റിന് കൊടുക്കുന്നതാണ് അവാർഡ് എന്ന് പറയുന്നത്. സോ ഇത് ബോത്ത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ബേസിസിലൊക്കെ നമ്മൾ അവാർഡ്സ് കൊടുക്കാറുണ്ട്. സോ റെക്കഗ്നിഷൻ ഓഫ് എക്സലൻസ് ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. ഇപ്പൊ ഇൻ ഫീൽഡ് ഓഫ് ആർട്ടിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതേപോലെ അവാർഡ്സ് കൊടുക്കാറുണ്ട്. സോ ഇതില് നമുക്കിപ്പോ ഒരുപാട് ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക് അങ്ങനെയുള്ള ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ റെക്കഗ്നിഷന് വേണ്ടി കൊടുക്കുന്നതാണ് അവാർഡായിട്ട് നമ്മൾ പറയുന്നത്. സോ അവാർഡ് ഇസ് ഗിവൺ ഫോർ റെക്കഗ്നിഷൻ ആണ് ആൻഡ് എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവാർഡ്സ് കൊടുക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും ഇപ്പം ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി, സേഫ്റ്റി ഇതിനൊക്കെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് അവാർഡ്സും കാര്യങ്ങൾക്കൊക്കെ അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് ഒരുപാട് അവാർഡ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഓരോ കൺട്രിക്കും അവരുടേതായ ഹയസ്റ്റ് അവാർഡും ഉണ്ട്. സോ ഇതിൽ നമ്മൾ കോമൺ അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഇസ് ബോത്ത് നാഷണൽ ഇന്റർനാഷണൽ ഒക്കെ. പിന്നെ ഇതിൽ നമുക്ക് ഒരു ദാറ്റ് ഇസ് ക്വാളിറ്റി മാനേജ്മെന്റ് ബേസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അവാർഡ്സ് നോക്കുന്നത് എന്തൊക്കെയായിരിക്കും. ദാറ്റ് ഇസ് നമ്മുടെ എന്ത് കൺസെപ്റ്റ് അവർ അഡോപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ടൂൾസ് യൂസ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ സ്യൂട്ട് ആവുന്നുണ്ടോ, ഇതിന്റെയൊക്കെ ബേസിസിലൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്ക് അവാർഡ്സ് കൊടുക്കുന്നത്. സോ ക്വാളിറ്റി അവാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ദാറ്റ് ഇസ് അച്ചീവിങ് എക്സലൻസ് അതിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി അവാർഡ്സും കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. സോ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ഇനി ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് അവാർഡ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി അവാർഡ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് സേഫ്റ്റി, അതിൽ സേഫ്റ്റി അവാർഡ്സ് വരുന്നുണ്ട്, അതിൽ പുറമെ സേഫ്റ്റി അവാർഡ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ അവാർഡ്സ്, അങ്ങനെ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഗവൺമെന്റ് ഒക്കെ ദാറ്റ് ഇസ് അവരുടെയൊക്കെ അവാർഡ്സ് വരുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റിക്കും സേഫ്റ്റിക്കും ഒക്കെ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഗവൺമെന്റ്സിന്റെ അവാർഡ്സ് വരുന്നുണ്ട്. ആൻഡ് നാഷണൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി അവാർഡ്സ് ഉണ്ട്. അതൊരു റീസെന്റ് ഫിനോമിനയാണ് നാഷണൽ ലെവലിൽ നാഷണൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി സർട്ടിഫിക്കേഷൻസ് ആണ്. സോ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നമുക്ക് ISO 9000, ISO 14000 സർട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് റീസെന്റ് ടൈംസിൽ വന്നത്. സോ ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു എന്താ പറയാ ഒരു റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് 1987 ഇത് സർട്ടിഫിക്കേഷൻ ടു ISO 9001, 9002 ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ISO 9000 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് അതിലുള്ളത്. ആൻഡ് ഇതില് 9001, 9002 എന്ന് പറയുന്നതും ഇതേപോലെ ഒരുപാട് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ അതിലും പറയുന്നുണ്ട്. അതങ്ങനെ ഒരുപാട് ISO സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ISO 9000, 14000 എന്നൊക്കെ 9001, 9002 എന്നൊക്കെ പറയുന്ന ഒരുപാട് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. സോ ബൈ ദിസ് ഈ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഓവർവ്യൂവും പ്രിൻസിപ്പൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആയിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത്. ഫൈനലി നമ്മൾ കുറച്ച് അവാർഡ്സും സർട്ടിഫിക്കേഷൻസും എന്താണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ക്വാളിറ്റി മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ എന്താണ് ദാറ്റ് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സ്റ്റാൻഡർഡൈസേഷൻ, ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഹൗ ഡിഡ് ദ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇവോൾവ്, ഡിസ്കസ് ദി ഓവർവ്യൂ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ അതിന്റെ ഓവർവ്യൂ കാര്യങ്ങളൊക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു.